ഓം ശാന്തി. ജ്ഞാനസാഗര ബാബയുടെ വരദാനി മഹാവാക്യമാണ് ദൂരാന്തേശി ഭവ, വിശാല ബുദ്ധി ഭവ. ബാബ പഠിപ്പിക്കുന്നതിലൂടെ ഞാൻ വിശാല ബുദ്ധിയാകുന്നു. വിശാല ബുദ്ധി എന്നാൽ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ബുദ്ധിയിലുണ്ട്. ഞാൻ ഏകാഗ്രമായി എൻ്റെ സത്യസ്വരൂപത്തെ കാണുകയാണ്. മസ്തകത്തിൽ തിളങ്ങുന്ന ദിവ്യമണിയെ ഞാൻ ബുദ്ധിരൂപി നേത്രത്തിലൂടെ കാണുന്നു. എൻ്റെ സത്യസ്വരൂപത്തെ കണ്ടുകൊണ്ട് ഞാൻ ദേഹബോധം തീർത്തും മറന്നു പോകുന്നു. കേവലം ആത്മാവിനെ മാത്രം കാണുന്നു. ആത്മിക സ്വരൂപത്തിലിരുന്ന് എൻ്റെ മനസ്സും ബുദ്ധിയും ഈ സാകാരദേശത്തിൽ നിന്നും ദൂരെ പരമധാമത്തിലെത്തുന്നു. പരമധാമം ദിവ്യമണികളുടെ ദേശമാണ്. ഞാൻ ആത്മാ എൻ്റെ വീടായ പരമധാമത്തിൽ തിളങ്ങുന്നു. ഇതെന്റെ അനാദി സ്വരൂപമാണ്. അതിസുന്ദര തേജസ്വി ദിവ്യ ആത്മാ, തിളങ്ങുന്ന സുന്ദര രൂപം. ഞാൻ ദൂരദേശത്തിലിരിക്കുന്ന മണികളുടെ രാജ ശിവബാബയുടെ കൂടെയിരിക്കുന്നു. ഇത് അത്ഭുതകരമായ അനുഭവമാണ്. ശിവബാബയിൽ നിന്നും സർവഗുണങ്ങളും ശക്തികളും പ്രകാശകിരണങ്ങളാൽ ഞാൻ ആത്മാവിനെ ശക്തിശാലിയാക്കുന്നു. ദിവ്യഗുണങ്ങളും ശക്തികളും നിരന്തരം എന്നിലേക്ക് പ്രവാഹിതമാകുന്നു. ഞാൻ എൻ്റെ അനാദി ഗുണങ്ങളുടെ സ്വരൂപമാണ്. ഞാൻ സദോ പ്രധാന ആത്മാവാണ്. ഇപ്പോൾ ജ്ഞാനസ്വരൂപമായി എൻ്റെ ദിവ്യ ബുദ്ധിയിലൂടെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യകാലത്തിൻ്റെ ചക്രം തിരിക്കുന്നു. ഇപ്പോൾ സൃഷ്ടിചക്രത്തിൻ്റെ അന്തിമ സമയമാണ്. വികാരങ്ങളുടെ പ്രഭാവം ചരമസീമയിലെത്തുന്നു. മാനവർ ദാനവരായിരിക്കുന്നു. ഇത് ധർമ്മഗ്ലാനിയുടെ സമയമാണ്. സംഗമയുഗത്തിൽ സ്വയം സർവശക്തിവാൻ പരമാത്മാ ഈ സൃഷ്ടിയിൽ അവതരിക്കുന്നു. ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണനെ രചിച്ച് വിശ്വപരിവർത്തനം ചെയ്യുന്നു. ശിവപിതാവിൻ്റെ ഡയറക്റ്റ് രചനയായ ഞാൻ സർവശ്രേഷ്ഠ ബ്രാഹ്മണനാണ്. സർവശക്തിവാനായ ശിവബാബ പരംപിത സദ്ഗുരു സർവശിക്ഷകനായി എൻ്റെ പാലന ചെയ്യുന്നു.
ഞാൻ വിശ്വപരിവർത്തകാത്മാവാണ്. സംഗമയുഗി ബ്രാഹ്മണ ആത്മാവാണ്. ഞാൻ വിശാല ബുദ്ധി ആത്മാവാണ്. വിശാല ബുദ്ധിയായി ബാബ ആരാണോ എങ്ങനെയാണോ എന്നത് യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞ് ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. ബാബ എല്ലാവരെയും ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ആരിലാണോ ജ്ഞാനമില്ലാത്തത് അവർക്ക് ജ്ഞാനം നൽകി പാവനമാക്കുന്നു. ബാബ എന്നിൽ സ്മൃതി ഉണർത്തുന്നു, പഴയ ലോകത്തെ മറക്കൂ. എന്തെന്നാൽ പുതിയ ലോകത്തിന്റെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രൂപബസന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പാവങ്ങളുടെ നാഥനാണ്. സദാകാലത്തേക്ക് പാവങ്ങൾക്ക് സമ്പന്നരായി മാറുന്ന വസ്തുക്കൾ നൽകുന്നു. ആരാണോ രൂപബസന്തല്ലാത്തത് അവർ പാവപ്പെട്ട അനാഥരാണ്. പാവങ്ങളുടെ നാഥനായ ബാബ പറയുന്നു, ഇങ്ങനെയുള്ള വസ്തുക്കൾ നൽകണം. ഏതിലൂടെയാണോ സദാകാലത്തേക്ക് സമ്പന്നരാക്കുന്നത്. ഈ സമയം എല്ലാവരും അനാഥരാണ്. സത്യയുഗത്തിൽ സദാ സനാഥരാണ്. ഇവിടെ ഇപ്പോഴുള്ളതെല്ലാം വിനാശമായി പോകും. അതുകൊണ്ട് ഈ പഴയ ലോകത്തോട് വൈരാഗ്യമുണ്ടാകുന്നു. ബാബ എന്നെ പുതിയ ലോകത്തിലേക്ക് വേണ്ടി സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നു. ആരാണോ മനസ്സ വാച കർമ്മണ എല്ലാവർക്കും ദുഃഖം തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് അവരെ ദുഃഖി ആത്മാവാണെന്ന് പറയുന്നു. ഞാൻ രൂപബസന്തായി മാറി സദാ സുഖദായിയായ വാക്കുകൾ സംസാരിക്കുന്നു. ദുഃഖം നൽകുന്നവരായി മാറുന്നില്ല. ജ്ഞാനത്തിന്റെ ചിന്തയിലിരിക്കും. വായിൽ നിന്നും ജ്ഞാനരത്നങ്ങൾ മാത്രം പുറപ്പെടും. നിർമോഹിയായി എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. അനാഥരെ സനാഥരാക്കുന്ന സേവനം ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ഫരിസ്ത സ്വരൂപത്തിലൂടെ ഗതി സദ്ഗതിയുടെ പ്രസാദം വിതരണം ചെയ്യുന്ന മാസ്റ്റർ ഗതി സദ്ഗതി ദാതാവാകുന്നു. ഇപ്പോൾ ഫരിസ്ത സ്വരൂപത്തിലൂടെ വിശ്വത്തിലെ ദുഃഖത്തെ ദൂരീകരിക്കുന്നു. ഗതി സദ്ഗതി ദാതാവായി ഭക്തർക്ക് ഗതിയുടെയും സദ്ഗതിയുടെയും പ്രസാദം വിതരണം ചെയ്യുന്നു. മനസ്സിനെ അത്രയും ശക്തിശാലിയാക്കുന്നു. ഏതൊരു പരിതസ്ഥിതിക്കും മനസ്സിനെ കുഴപ്പത്തിലാക്കാൻ സാധിക്കില്ല. ബാബ തന്നിരിക്കുന്ന അവ്യക്ത സൂചനയാണ് കർമാതീതമാകണം. മാത്രമല്ല ഇത് തന്നെയാണ് യാഥാർത്ഥ്യം, ഇതുതന്നെയാണ് എല്ലാം. ഈ അനുഭൂതി പകർന്നു കൊടുത്ത്
ആത്മാക്കളെ സമീപത്ത് ആശ്രയത്തിലെത്തിക്കണം. ഓം ശാന്തി.